Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു കാരണം ഇപ്പോൾ 120 പേരൊക്കെ ജോയിൻ ചെയ്യാറുണ്ട് ക്ലാസ്സിൽ. 57 Good afternoon, ma'am. എന്ത് പറ്റി എല്ലാവരും? കുറച്ചു നേരം കഴിയുമ്പോഴായിരിക്കും അവരൊക്കെ ജോയിൻ ചെയ്യണത്. ഓക്കെ, അപ്പൊ നമ്മള് എടുത്തോണ്ടിരുന്ന ചാപ്റ്റർ ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. എടുത്തോണ്ടിരുന്ന ചാപ്റ്റർ ഏതാണ്? മോർച്ചറി ആൻഡ് സർവീസ് ആണ്. മോർച്ചറി സർവീസ് ആണ് പറഞ്ഞത്. മോർച്ചറി ഒരു ഇന്നോവേറ്റീവ് പ്ലേസ് ആണ്. ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്ലേസ് ആണ്. നമ്മുടെ ഡെഡ് ബോഡീസ് ഒക്കെ എന്ത് ചെയ്യാനായിട്ട്, പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, കേടുപാടുകളൊന്നും സംഭവിക്കാതെ ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ ആവട്ടെ, അല്ലെങ്കിൽ പാത്തോളജിക്കൽ അനലൈസിന് വേണ്ടിയിട്ടാവട്ടെ, അല്ലെങ്കിൽ ഐഡന്റിഫിക്കേഷൻ പർപ്പസിനോ, അല്ലെങ്കിൽ എന്താണ് ഓട്ടോപ്സി, സെർമെന്റേഷൻ, റൂറൽസ്, അതേപോലെ എന്തെങ്കിലും പോസ്റ്റ് ഡെത്ത് റിച്വൽസ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടായാലും നമ്മൾ ആ ഒരു ബോഡി കുറച്ച് നേരത്തേക്ക്, കുറച്ച് നാളത്തേക്ക് ആ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ എന്ത് ചെയ്യും, മോർച്ചറിയിൽ പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കാറുണ്ട്. നമ്മൾ എന്താണ് മോർച്ചറി എന്നൊക്കെ പറഞ്ഞു. വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ആർക്കും? ആദ്യം ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ വേറെ? ഓക്കെ, നമ്മളിനി നീഡ് ഫോർ മോർച്ചറി ആണ് പറയുന്നത്. എന്താണ് മോർച്ചറിയുടെ ആവശ്യകത എന്നാണ് പറയുന്നത്, നോക്കാം. Need for mortuary. It is necessary for hospital administration that a suitable provision shall be made in a dubious. Okay, ഒന്ന് മ്യൂട്ട് ചെയ്ത് എല്ലാവരും. ഞാൻ ഓൾറെഡി കൊടുക്കാം, 1 minute. നോക്കി, ഇപ്പൊ ഇനി സൗണ്ട് വരുന്നുണ്ടെങ്കിൽ പറയണോട്ടെ. ഞാൻ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് എന്തെങ്കിലും ഒന്ന് പറയണേ. എക്കോയോ അങ്ങനെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണോട്ടെ. ഓക്കെ, ഒരു പോർഷനിലേക്ക് വരാം. നീഡ് ഫോർ മോർച്ചറി ആണ് പറയുന്നത്. ഇറ്റ് ഈസ് നെസസറി ഫോർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, എന്താണ് ഇത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ച് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്ത്? മോർച്ചറിക്കായിട്ടുള്ള സ്യൂട്ടബിൾ പ്രൊവിഷൻ അല്ലെങ്കിൽ പ്ലേസ് സെലക്ട് ചെയ്യാം. It is necessary for the hospital administration that is suitable provision shall be made in a dubious place where the dead bodies can be placed, pending for disposal or rule out the cause of death. നമ്മള് ചിലപ്പോ എന്താണ് ഈ ഡെഡ് ബോഡി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഡിബ്യൂഷ്യസ് സ്പേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ആരുടെയും കണ്ണെത്തി ചെല്ലാൻ പറ്റാത്ത ഒരു പ്ലേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിബ്യൂഷ്യസ് സ്പേസ് എന്ന് പറയുന്നത്, പ്ലേസ് എന്ന് പറയുന്നത്. ഒന്ന് എഴുതി വെച്ച്, ആ ഒരു വേർഡ് മീനിങ് ഒന്ന് എഴുതി എല്ലാവരും വെച്ച് എഴുതി വെച്ചോ. അധികം ആരുടെയും ശ്രദ്ധ എത്തിച്ചെല്ലാത്തൊരു സ്ഥലം. നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് മോർച്ചറി എവിടെയാണെന്ന് പെട്ടെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല. ഡ്യൂബിയസ്, ഞാനതൊന്ന് മാർക്ക് ചെയ്ത് തരാം കേട്ടാ. ഡ്യൂബിയസ്. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ, അതിന് മുകളിലായിട്ടൊന്ന് എഴുതി വെച്ചേക്കുക. എന്താണ്? അധികം ആരുടെയും ശ്രദ്ധ എത്തിച്ചെല്ലാൻ പറ്റാത്ത പ്ലേസുകൾ. പെട്ടെന്ന് നമ്മൾ ഓപ്പണിങ്ങിൽ തന്നെ ആയിരിക്കില്ല സാധാരണ മോർച്ചറികൾ എന്ത് ചെയ്യാറ്, സാധാരണ രീതിയിൽ വെക്കാറ്. കാരണം എന്താണ്? കുറച്ച് മാറി മറ്റുള്ളവരിൽ നിന്ന് പെട്ടെന്ന് ശ്രദ്ധ എത്തിച്ചെല്ലാൻ പറ്റാത്ത പ്ലേസിലായിരിക്കും എന്ത് ചെയ്യുന്നത്, മോർച്ചറികൾ സാധാരണയായിട്ട് കാണാറ്. ഈ മോർച്ചറിയിലാണ് നമ്മൾ ഓക്കെ
നോക്കാട്ടോ. പ്ലേസ് വേർ ദ ഡെഡ് ബോഡീസ് ക്യാൻ ബി പ്ലേസ്ഡ്. അവിടെയാണ് നമ്മൾ ഡെഡ് ബോഡീസിന് എന്ത് ചെയ്യുന്നത്, പ്ലേസ് ചെയ്യുന്നത്. ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ ഫൈനൽ ഡിസ്പോസലിന് മുമ്പായിട്ട് നമ്മൾ ആ ബോഡി കുറച്ച് ടൈമിലേക്ക് അവിടെ കീപ്പ് ചെയ്യും. ഓർ റൂൾ ഔട്ട് ദ കോസ് ഓഫ് ഡെത്ത്. എന്താണ് മരണ കാരണം എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഡെഡ് ബോഡീസ് അവിടെ കീപ്പ് ചെയ്യാറുണ്ട്. A previously planned mortuary complex is beneficial. Previously planned mortuary complex is beneficial to all those who come in contact with it. നമ്മൾ സാധാരണയായിട്ട് ഈ മോർച്ചറി കോംപ്ലക്സ് അല്ലെങ്കിൽ മോർച്ചറി ആയിട്ട് കോണ്ടാക്ട് വരുന്ന ആരൊക്കെയാണ്? പോലീസ്. ഇനി എന്തെങ്കിലും ലീഗൽ കേസോ അല്ലെങ്കിൽ മർഡർ കേസ് ഒക്കെ ആണെങ്കിൽ സൂയിസൈഡ് അറ്റംപ്റ്റ്, മർഡർ, ഹോമിസൈഡ് അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കേസ് ആയിട്ടാണ് അയാൾ മരണപ്പെട്ടെങ്കിൽ പോലീസ് എന്തായിട്ട് മോർച്ചറി ആയിട്ട് ഡീൽ ചെയ്യാറുണ്ട്. ഇനി മോർച്ചറിയായിട്ട് പിന്നെ ഡീൽ ചെയ്യുന്ന ആരാണ്? ഡോക്ടേഴ്സ്, മെഡിക്കൽ സ്റ്റുഡൻസ്, PG അണ്ടർ ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേഷനോ ചെയ്യുന്ന കുട്ടികൾ, മെഡിക്കൽ ഫീൽഡിൽ PG അല്ലെങ്കിൽ അണ്ടർ ഗ്രാജുവേഷൻ ചെയ്യുന്ന മെഡിക്കൽ സ്റ്റുഡൻസ് എന്ത് ചെയ്യാറുണ്ട്? മോർച്ചറിയിൽ പഠനം നടത്താൻ വേണ്ടി റെഫറൻസിനൊക്കെ വരാറുണ്ട്. സ്റ്റാഫ്സ്, ഇനി അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ, പിന്നെ മരണപ്പെട്ട ആളുടെ റിലേറ്റീവ്സ്, ഇവരാണ് സാധാരണയായിട്ട് ഈ മോർച്ചറി കോംപ്ലക്സ് ആയിട്ട് കോണ്ടാക്റ്റിൽ വരുന്നത്. അപ്പൊ ഇവർക്ക് കൃത്യമായി ഒരു നല്ല പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മോർച്ചറി കോംപ്ലക്സ് ആണെങ്കിൽ അവർക്ക് നല്ല ബെനിഫിഷ്യൽ ആണ്. കാരണം പെട്ടെന്ന് അവർക്ക് എത്തിച്ചെല്ലാനും പറ്റും. അവർ ആ ഡിസീസ്ഡ് ആയിട്ടുള്ള പേഴ്സണെ അവിടെ നിന്ന് മാറ്റാനും അതേപോലെ നല്ലൊരു പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കത് കുറച്ചും കൂടി നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ഇനി provisions of the mortuary facilitate the service in the hospital also has important bearing with regards to public relation of the hospital. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ മോർച്ചറി ഫെസിലിറ്റി, നല്ല മോർച്ചറി ഫെസിലിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതുവഴി ഹോസ്പിറ്റലിന് നമുക്ക് പുറത്ത് പബ്ലിക്കിൽ ഒരു നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. കാരണം ഇപ്പൊ നമ്മളുടെ എന്താവട്ടെ, നമ്മളിപ്പോ ഒരാള് മരണപ്പെട്ടു പോയി, അയാളുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഇപ്പൊ മക്കളോ ആരെങ്കിലും പുറത്താണെങ്കിൽ അവർ വരുന്ന വരെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഈ മോർച്ചറിയില് ആ ബോഡി നമുക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ അല്ലെങ്കിൽ ഐഡന്റിഫൈഡ് ആവാത്ത ബോഡികൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? മോർച്ചറിയില് സൂക്ഷിച്ചു വെക്കാറുണ്ട്. അത് ഐഡന്റിഫൈ ചെയ്യുന്ന ആ ടൈം വരെയെങ്കിലും ആ മോർച്ചറിയിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് അതിന് നല്ല കെയർ ഒക്കെ കൊടുത്ത് നമ്മൾ അവിടെ സൂക്ഷിച്ചു വെക്കാറുണ്ട്. അപ്പൊ ഇത് ഒരു പബ്ലിക് റിലേഷൻ നമ്മുടെ എന്താ പറയാ സോഷ്യൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻഷിപ്പ് ഹോസ്പിറ്റലും പബ്ലിക്കും തമ്മിലുള്ള ഒരു നല്ല ബെറ്റർ റിലേഷൻഷിപ്പിന് നല്ലതാണ് ഒരു മോർച്ചറിയുടെ ഈ പ്രൊവിഷൻസ് ഒക്കെ. ഒരു മോർച്ചറി ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ബെറ്റർ എന്താണ് ഒരു ആക്ടിവിറ്റി ആണ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച്. ഇല്ലെങ്കിൽ നമുക്ക് എന്താ പറ്റണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ദൂരെയായിരിക്കും മോർച്ചറി. അപ്പൊ മോർച്ചറി ദൂരെയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഡെഡ് ബോഡിയും കൊണ്ട് അവിടേക്ക് പോകുക വരാ അതൊക്കെ കുറച്ച് എന്തായിരിക്കും, കുറച്ച് പ്രയാസമായിരിക്കും. അതേപോലെ നമ്മൾ ട്രീറ്റ് ചെയ്ത ഹോസ്പിറ്റലിൽ തന്നെ മോർച്ചറി ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രൈവറ്റ് മോർച്ചറിയിലേക്ക് അല്ലെങ്കിൽ ഗവൺമെന്റ് മോർച്ചറിയിലേക്കൊക്കെ ബോഡി മാറ്റേണ്ടതായിട്ട് വരും. അത് കുറച്ച് കോസ്റ്റ്ലി ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ ഒരു നമ്മൾ ആ പേഷ്യന്റ് ട്രീറ്റ് ചെയ്ത ഹോസ്പിറ്റലിൽ തന്നെ മോർച്ചറി ഉണ്ടെങ്കിൽ ആ ബോഡി നമ്മൾ മോർച്ചറിയിലേക്ക് അധികം ദൂരം ട്രാവൽ ഒന്നും ചെയ്യുന്നില്ല, ആ മോർച്ചറിയിലേക്ക് മാത്രം മാറ്റിയിട്ടുള്ളൂ. ഓക്കെ, ഒരു പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് മോർച്ചറി ഫെസിലിറ്റി ഹെൽപ്പ് ചെയ്യുന്നു എന്നാ പറയുന്നത്. നമ്മള് സാധാരണയായിട്ട് ഈ ഡെഡ് ബോഡി എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, ഡെഡ് ബോഡിനോട് നമ്മൾ സാധാരണ ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്കൊരു വ്യക്തിനോട് ദേഷ്യം ഉണ്ടാവും. അയാൾ ജീവനോട് ഇരിക്കുമ്പോൾ നമുക്ക് ആ ഒരു വ്യക്തിനോട് ദേഷ്യം ഉണ്ടാവും. പക്ഷെ അയാൾ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിനോട് നമുക്ക് ഒരിക്കലും ദേഷ്യം തോന്നില്ല, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ശരീരത്തോട് നമുക്കൊരു ദേഷ്യം തോന്നാറില്ല. എപ്പോഴും ഒരു സെന്റിമെന്റ്സോട് കൂടിയാണ് നമ്മൾ എല്ലാവരും ഒരു മനുഷ്യന്റെ ഡെഡ് ബോഡിനെ ട്രീറ്റ് ചെയ്യുന്നത്. നോക്കാം. Much of the sentiments value attached to a dead body of a person. ഒരു പേഴ്സന്റെ ഡെഡ് ബോഡി എന്ന് പറയുമ്പോൾ ഒരുപാട് സെന്റിമെന്റൽ വാല്യൂ ഉണ്ട്. നമ്മളിപ്പോ റിലേറ്റീവ്സിന്റെ ഭാഗത്തു നിന്നായാലും അല്ല പബ്ലിക്കിന്റെ ഭാഗത്തു നിന്നായിരുന്നാലും നമ്മളൊരു സെന്റിമെന്റ്സോട് കൂടിയാണ് നമ്മളൊരു അപ്രോച്ച് അവരോട് എടുക്കാറ്. വിത്ത് സോഷ്യൽ ആൻഡ് മെഡിക്കോ ലീഗൽ ഇമ്പോർട്ടൻസ് അറ്റാച്ച്ഡ് ടു ദ മോർച്ചറി ഓഫ് ദ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവിടുത്തെ മോർച്ചറി ആയിട്ട് സോഷ്യൽ റിലേഷൻഷിപ്പ്
സോഷ്യൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ മെഡിക്കൽ ലീഗൽ ഇമ്പോർട്ടൻസ്. എന്താണ് മെഡിക്കൽ ലീഗൽ ഇമ്പോർട്ടൻസ്? മെഡിക്കൽ ലീഗൽ ഇമ്പോർട്ടൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ ഇപ്പൊ ഒരു മർഡർ കേസോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അവിടെ എന്താണ് പോലീസിന്റെയോ മറ്റേതെങ്കിലും ലീഗൽ അതോറിറ്റിയുടെ ഇന്റർഫിയറൻസ് വരും. അപ്പൊ നമ്മൾ ഈ മോർച്ചറി ആയിട്ട് ഈ സോഷ്യൽ മെഡിക്കൽ ലീഗൽ ഇമ്പോർട്ടൻസ് നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട്. ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സയന്റിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫോറൻസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും അതേപോലെ എന്താണ് മരണ കാരണം എന്ന് കണ്ടെത്താനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് ഈ മോർച്ചറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Therefore, establishment and management of a mortuary is of significant to every hospital. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു മോർച്ചറി സ്ഥാപിക്കുക, അത് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്ത് പോകുക എന്നുള്ളത് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നമ്മളൊരു മോർച്ചറി സ്ഥാപിച്ചാൽ മാത്രം പോരാ, അവിടത്തേക്ക് ആവശ്യമുള്ള എല്ലാ ഫെസിലിറ്റീസും അവിടെ കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. എന്തൊക്കെയാണ് നീഡ് ഫോർ മോർച്ചറി എന്നാണ് നമ്മൾ ക്ലാസ്സിൽ എടുത്തത്. അപ്പൊ ആദ്യം വരാത്തവരൊക്കെ ഒന്നുകൂടി ശ്രദ്ധിക്കാം. എപ്പോഴും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ഈ മോർച്ചറിയുടെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടത്, ഹാൻഡിൽ ചെയ്യേണ്ടത്. ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലേസ് സെലക്ട് ചെയ്യേണ്ടതും ആരുടെ ഉത്തരവാദിത്തമാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവാദിത്തമാണ്. എപ്പോഴും ഡിബീഷ്യസ് പ്ലേസ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. അധികം ആരുടെയും ശ്രദ്ധ ചെന്നെത്താത്തൊരു സ്ഥലമായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യാൻ. അതേപോലെ നമ്മൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുള്ള, കൃത്യമായി പ്ലാൻ ചെയ്തൊരു മോർച്ചറി കോംപ്ലക്സ് ആർക്കൊക്കെ ബെനിഫിഷ്യൽ ആണെന്ന് പറഞ്ഞത്? പോലീസ്, ഡോക്ടർ, മെഡിക്കൽ സ്റ്റുഡൻസ്, ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ സ്റ്റാഫ് ആവട്ടെ, റിലേറ്റീവ്സ്, മരണപ്പെട്ടു പോയ വ്യക്തിയുടെ എന്താ അവരുടെ റിലേറ്റീവ്സിനും അത് വളരെ എന്താ പറയുന്നത് ബെനിഫിഷ്യൽ ആണെന്നാ പറഞ്ഞത്. ഇയാളെ ആരാണ്? ഡിവിഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ആരുടെയും ശ്രദ്ധ ചെന്നെത്താത്ത സ്ഥലം. ഞാനത് ക്ലാസ് എടുത്തപ്പോ പറഞ്ഞു, അത് എല്ലാവരോടും എഴുതാൻ പറഞ്ഞു. എഴുതാൻ ചെക്ക് ചെയ്തിട്ടാണ് ക്ലാസ് കണ്ടിന്യൂ ചെയ്തത്. ബാക്കി എല്ലാവരും എഴുതിയെടുത്തല്ലോ. Okay. Okay. ഡ്യൂബിയസ് പ്ലേസ്. മോർച്ചറി എപ്പോഴും എങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കണം? ഡ്യൂബിയസ് പ്ലേസിലായിരിക്കണം സിറ്റുവേറ്റ് ചെയ്യാനായിട്ട്. അധികം ആരുടെയും ശ്രദ്ധ ചെല്ലാത്ത ഒരു സ്ഥലം. നമ്മളിപ്പോ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കി കഴിഞ്ഞാൽ വേറൊരു മീനിങ്ങാ വരുന്നത്, സംശയാസ്പദമായ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മീനിങ് വരുന്നത്. പക്ഷെ ഇതാണ് കറക്റ്റ് മീനിങ്. അധികം ആരുടെയും ശ്രദ്ധ ചെന്നെത്തിപ്പെടാത്ത അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഒരു പ്ലേസ് എന്നുള്ള ഒരു മീനിങ് ആണ് ഇതിന് വരുന്നത് കേട്ടോ. അപ്പോ നല്ലൊരു ഹോസ്പിറ്റലിൽ ഒരു പബ്ലിക് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നല്ല ഒരു മോർച്ചറി ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഹോസ്പിറ്റലിന് നല്ല പബ്ലിക് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മൾ ആ ഹോസ്പിറ്റലിൽ ഇപ്പൊ ഒരു ഡെഡ് ബോഡി മാറ്റാണെങ്കിൽ ആ പേഴ്സണിൽ ഒരുപാട് ആൾക്കാർക്ക് സെന്റിമെന്റൽ വാല്യൂസ് ഉണ്ടാവും, സോഷ്യൽ ഇമോഷൻസ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. സോ നമ്മൾ ഈ സോഷ്യൽ ഇമോഷൻസിനും അതേപോലെ തന്നെ നമ്മളുടെ മെഡിക്കൽ ലീഗൽ മെഡിക്കൽ ലീഗൽ ആക്സെപ്റ്റിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം സോഷ്യൽ ഇമോഷണൽ സെന്റിമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിനോട് പേഴ്സണൽ ആയിട്ടുള്ള റിലേറ്റീവ്സിന്റെ ആ ഒരു സെന്റിമെന്റ്സ് ആണെങ്കിൽ മെഡിക്കൽ ലീഗൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ആക്സെപ്റ്റ് എന്ന് പറയുന്നത് ആ വ്യക്തി മരണം സംഭവിക്കാനുണ്ടായിരുന്ന കാരണം എന്താണ്, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചത്, അത് നമ്മൾ കണ്ടെത്തേണ്ടതായിട്ട് വരും. അപ്പൊ അതാണ് ഈ മെഡിക്കൽ ലീഗൽ ഇമ്പോർട്ടൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒന്ന് വായിച്ചു നോക്കിയ എല്ലാവരും. ഇപ്പൊ ജോയിൻ ചെയ്തവര് കൂടി ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് വായിക്കുമ്പോൾ സിമ്പിൾ ആണ്. മോസ്റ്റ്ലി അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. വായിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.
ഓക്കെ, നമ്മള് ഈ ഡെഡ് ബോഡി ആയിട്ട് നമുക്ക് ഡെഡ് ബോഡി അല്ലെങ്കിൽ മരണപ്പെട്ട ആ വ്യക്തിയായിട്ട് നമുക്ക് സെന്റിമെന്റൽ വാല്യൂ ഉണ്ട്. കാരണം വെച്ചാല് നമുക്ക് ഈ ഡെഡ് ബോഡി കാണുമ്പോൾ നമുക്ക് ദേഷ്യം തോന്നില്ല, ആ ഒരു വ്യക്തി മരണപ്പെട്ടല്ലോ എന്നുള്ളൊരു സോഷ്യൽ ഇമോഷനാണ് നമുക്ക് ഫീൽ ചെയ്യാറ്. അപ്പോൾ അതേപോലെ തന്നെ ആ ഒരു വാല്യൂവിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മെഡിക്കൽ ലീഗൽ ആക്സെപ്റ്റിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. എന്താണ് മെഡിക്കൽ ലീഗൽ ആക്സെപ്റ്റ് അല്ലെങ്കിൽ മെഡിക്കൽ ലീഗൽ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി മരണം സംഭവിക്കാനുണ്ടായ കാരണം എന്താണ്, അതേപോലെ ഫോറൻസിക് ആയിട്ട് ആ കാരണം എന്താണെന്ന് കണ്ടെത്തുന്നതിനും അതേപോലെ ലീഗൽ ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ മർഡറോ ഹോമിസൈഡോ സൂയിസൈഡോ ഒക്കെ ആണെങ്കിൽ കുറച്ച് ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്. അതെന്താണെന്നുള്ളത് നമ്മൾ കണ്ടെത്താനും നമ്മൾ ആ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാ പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഈ ഹോസ്പിറ്റലിൽ മോർച്ചറി സ്ഥാപിക്കുക, അതിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് എന്ത്, ഹോസ്പിറ്റല് സ്ഥാപനം അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എസ്റ്റാബ്ലിഷ് ചെയ്യാന്നുള്ളത്. അത്രേ ഉള്ളൂ കേട്ടോ. എല്ലാവരും വായിച്ചു നോക്കിയോ? ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? വായിച്ചു നോക്കിയാണ് എസ്, ഡൗട്ട് ആണോ? ഓക്കെ, ക്ലിയർ ആണല്ലോ, സിമ്പിൾ അല്ലേ? ഇനി അടുത്ത പോർഷൻ ആണ് ഫങ്ഷൻസ് ഓഫ് മോർച്ചറി. മോർച്ചറിയിൽ എന്തൊക്കെ ഫങ്ഷൻസ് ആണ് സാധാരണയായിട്ട് നടക്കുന്നത്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് മോർച്ചറിയിൽ നമ്മൾ ചെയ്യുന്നത് എന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഫങ്ഷൻസ് ഓഫ് മോർച്ചറി സർവീസ് ആണ് നമ്മൾ നോക്കുന്നത്. നോക്കാം. ടു കൺസേർവ് the dead bodies till the formality of handing over of the deceased is completed. നമ്മൾ ആ ഒരു ഡെഡ് ബോഡി, ആ മരണപ്പെട്ട വ്യക്തിയുടെ ഡെഡ് ബോഡി അദ്ദേഹത്തിന്റെ ഡിസീസ്ഡ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ റിലേറ്റീവ്സിന് ഹാൻഡ് ഓവർ ചെയ്യുന്ന വരെ, അല്ലെങ്കിൽ ഫോർമാലിറ്റീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുന്നു, കീപ്പ് ചെയ്യുന്നു. ആ ഡെഡ് ബോഡി സേഫ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കീപ്പ് ചെയ്യുന്നു. To keep the dead body unclaimed till the relatives claim and take it away for final disposal. നമ്മൾ ആ ഡെഡ് ബോഡി, ചില ഡെഡ് ബോഡീസ് ഒക്കെ അൺക്ലെയിംഡ് ആയിട്ടുള്ളത് ഉണ്ടാവും, തിരിച്ചറിയാത്ത ഡെഡ് ബോഡീസ് ഉണ്ടാവും. അപ്പൊ ആ ഡെഡ് ബോഡീസ് ഒക്കെ എന്താണ് തിരിച്ചറിയുന്നത് വരെ, അല്ലെങ്കിൽ ആ ഡെഡ് ബോഡീസ് ഐഡന്റിഫൈ ചെയ്ത് അത് ഡിസ്പോസലിന് കൊണ്ടുപോകുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുന്നു, മോർച്ചറിയിൽ ആ ഡെഡ് ബോഡീസ് സേഫ് ആയിട്ട് സൂക്ഷിക്കുന്നു. യൂഷ്വലി dead bodies are not claimed are kept for 72 hours. സാധാരണ രീതിയിൽ 72 മണിക്കൂർ വരെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അൺക്ലെയിംഡ് ആയിട്ടുള്ള ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്നത്. ആൻഡ് അൺലെസ് ക്ലെയിംഡ് ടിൽ ദാറ്റ് പീരീഡ്, നമ്മൾ ആ പീരീഡ് വരെയും ക്ലെയിം ചെയ്തില്ലെങ്കിൽ disposal of dead body is done in keeping with the existing policies of the hospital. അപ്പൊ ഹോസ്പിറ്റലിന്റെ എക്സിസ്റ്റിംഗ് പോളിസി വെച്ചിട്ടായിരിക്കും നമ്മൾ അത് എന്ത് ചെയ്യുന്നത്, ഡിസ്പോസ് ചെയ്യുന്നത്. ആൻഡ് ആസ് പെർ ദ ലോ ഓഫ് ദ ലാൻഡ്, നമ്മുടെ പ്രദേശത്തുള്ള നിയമം പ്രകാരം, അല്ലെങ്കിൽ നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന നിയമപ്രകാരമായിരിക്കും ആ ബോഡി എന്ത് ചെയ്യുന്നത്, ഡിസ്പോസ് ചെയ്യുന്നത്. ഒരുപാട് സമയം അല്ലെങ്കിൽ 72 മണിക്കൂറിന് മേലെ ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ബോഡി കീപ്പ് ചെയ്ത് വെക്കാനായിട്ട് വരും. കാരണം അത്രയും എന്താവാനുള്ള ചാൻസ് ഉണ്ട്, ഡീക്കേ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഡെഡ് ബോഡീസ് 72 മണിക്കൂർ വരെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സൂക്ഷിച്ചു വെക്കാറുണ്ട്. ഇനി ആ 72 മണിക്കൂർ കഴിഞ്ഞിട്ടും ആരും ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ പോളിസീസ് അനുസരിച്ചും നമ്മളുടെ ഇവിടുത്തെ ലോ പ്രകാരവും നമ്മൾ എന്ത് ചെയ്യും, ഡിസ്പോസ് ചെയ്യും. To receive and store the dead body requires post-mortem examination. നമുക്ക് എന്താണ് ഓട്ടോപ്സി വേണ്ടത്, പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ഡെഡ് ബോഡീസ് ഒക്കെ റിസീവ് ചെയ്യും, സ്റ്റോർ ചെയ്യുന്നതും എവിടെയാണ്, മോർച്ചറിയിലാണ്. ടു കണ്ടക്ട് മെഡിക്കൽ ലീഗൽ പോസ്റ്റ്മോർട്ടം വർക്ക്, നമ്മൾ മെഡിക്കൽ ലീഗൽ പോസ്റ്റ്മോർട്ടം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യും. മെഡിക്കൽ ലീഗൽ എന്ന് പറയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ
നമ്മള് മെഡിക്കലായിട്ടും ലീഗലായിട്ടും എന്തെങ്കിലും ആക്സെപ്റ്റ് മരണോ മർഡറോ അങ്ങനെ എന്തെങ്കിലും ആണ് കൊടുക്കണേന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താണ് അപ്പൊ ലീഗൽ കേസ് കൂടി അവിടെ വന്നു. അപ്പൊ അത് മെഡിക്കൽ ലീഗൽ പോസ്റ്റ്മോർട്ടം നടത്തുന്നതായിട്ട് വരും. To give teaching program for undergraduate and postgraduate. ഞാൻ പറഞ്ഞു നമ്മൾ മോസ്റ്റ്ലി ആയിട്ട് റിലേഷനിൽ ആരുടെ മെഡിക്കൽ സ്റ്റുഡൻസ് കൂടി വരുന്നുണ്ട്. അവർ എന്തിനു വേണ്ടിയിട്ടാണ് ടീച്ചിങ് പ്രോഗ്രാംസ് ഉള്ളവർക്ക് നമുക്ക് ഈ ഡെഡ് ബോഡീസിന് വെച്ചിട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് എന്താ പറയാ ഇനി വരുന്ന ഡോക്ടേഴ്സിനെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. എന്നിരുന്നാൽ മാത്രമാണ് അവർക്ക് നമ്മളെ പോലത്തെ ജീവനുള്ള ആൾക്കാരെ രക്ഷപ്പെടുത്താനായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ ഇന്നർ ഓർഗാനിസത്തിനെ കുറിച്ചിട്ടൊക്കെ കാര്യങ്ങൾ വ്യക്തമായിട്ട് അവർക്ക് ഒരു ധാരണ കിട്ടുള്ളൂ. ഒരു ലൈവ് സെഷൻ പോലെയൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട് മോർച്ചറിയിൽ വെച്ചിട്ട്. The type of dead body preserved in the mortuary can be classified as. നമ്മളിപ്പോ മോർച്ചറി കൊണ്ടുവരുന്ന ഡെഡ് ബോഡീസ് രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് നോൺ മെഡിക്കൽ ലീഗൽ എന്ന് വെച്ചാൽ അസ്വാഭാവികമായിട്ടുള്ള മരണങ്ങളല്ലാത്ത ഡെഡ് ബോഡീസ്, മെഡിക്കൽ ലീഗൽ കേസുകളൊന്നും പെടാത്ത ഡെഡ് ബോഡീസും മെഡിക്കൽ ലീഗൽ അസ്വാഭാവികമായിട്ടോ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള എന്തെങ്കിലും നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ കൊലപാതക കേസ് മർഡർ കേസ് ഒക്കെ ഇതിന് വരും. ഈ മെഡിക്കൽ ലീഗൽ ക്ലാസിഫിക്കേഷനിൽ വരും. അപ്പം നമുക്ക് അസ്വാഭാവികവും എന്താ പറയാ അസ്വാഭാവികവും അല്ലാത്തതും അസ്വാഭാവികമായിട്ടുള്ള മരണങ്ങൾ നമ്മളത് ഇൻവെസ്റ്റിഗേഷൻ നടത്തും. അതൊക്കെയാണ് മെഡിക്കൽ ലീഗലിൽ വരുന്നത്. അല്ലാതെ സാധാരണ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇരിക്കെ മരണപ്പെട്ടതോ അങ്ങനെ എന്തെങ്കിലും അസുഖം ബാധിച്ച് മരണം സംഭവിക്കുന്നതൊക്കെ നോൺ മെഡിക്കൽ ലീഗൽ കേസിലാണ് വരുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുള്ളൂ, നിങ്ങളൊന്ന് വായിച്ചു നോക്കാട്ടോ. എന്താണ് മോർച്ചറിയുടെ ഫങ്ഷൻസ്? ഒന്നുകൂടി നോക്കാട്ടെ എന്തൊക്കെയാണ് മോർച്ചറിയുടെ ഫങ്ഷൻസ് എന്ന്. നമ്മുടെ ഡിസീസ് നമ്മുടെ ഡെഡ് ബോഡീസ് ആ ഫോർമാലിറ്റീസ് ഒക്കെ കഴിയുന്ന വരെ നമ്മൾ അവർ എന്ത് ചെയ്യും, സൂക്ഷിച്ചു വെക്കും. അൺക്ലെയിംഡ് ആയിട്ടുള്ള ഡെഡ് ബോഡീസ് ക്ലെയിം ചെയ്യുന്ന വരെ അല്ലെങ്കിൽ തിരിച്ചറിയുന്നത് വരെയും അതിന്റെ ഫൈനൽ ഡിസ്പോസൽ വരെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഡെഡ് ബോഡീസ് മോർച്ചറിയിൽ കീപ്പ് ചെയ്യാറുണ്ട്. ഇനി സാധാരണയായിട്ട് 72 മണിക്കൂർ വരെയാണ് നോട്ട് ക്ലെയിംഡ് ആയിട്ടുള്ള ഡെഡ് ബോഡീസ് ഹോസ്പിറ്റലിൽ കീപ്പ് ചെയ്യുന്നത്. 72 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള 72 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ എന്താണ് പോളിസി അനുസരിച്ച് നമ്മൾ ആ ഡെഡ് ബോഡി എന്ത് ചെയ്യും, ഡിസ്പോസ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ലോ എന്താ പറയുന്നത് ആ രീതിയിൽ നമ്മൾ ഡിസ്പോസ് ചെയ്യും. നമ്മൾ സാധാരണയായിട്ട് പോസ്റ്റ്മോർട്ടം എക്സാമിനേഷനും അതേപോലെ അതിനുവേണ്ടി വരുന്ന ഡെഡ് ബോഡീസ് റിസീവും സ്റ്റോറും ചെയ്യാറുണ്ട് മോർച്ചറിയിൽ. അതേപോലെ മെഡിക്കൽ ലീഗൽ പോസ്റ്റ്മോർട്ടം വർക്ക് മോർച്ചറിയിൽ വെച്ച് ചെയ്യാറുണ്ട്. അതേപോലെ ടീച്ചിങ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ ടീച്ചിങ് പ്രാക്ടീസ് അണ്ടർ ഗ്രാജുവേറ്റ് മെഡിക്കൽ സ്റ്റുഡൻസിനും പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ സ്റ്റുഡൻസിനും കൊടുക്കാറുണ്ട്. ഇനി നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്ന ഡെഡ് ബോഡീസ് നമ്മൾ 2 ടൈപ്പായിട്ടാണ് പ്രിസർവ് സൂക്ഷിക്കാറ്. കാരണം നോൺ മെഡിക്കൽ ലീഗൽ കേസിൽ വരുന്ന ഡെഡ് ബോഡീസ് അസ്വാഭാവികത ഒന്നുമില്ലാതെ സാധാരണ മരണം സംഭവിച്ചു വരുന്ന കേസുകൾ, അതേപോലെ മെഡിക്കൽ ലീഗൽ ആയിട്ടുള്ള അസ്വാഭാവിക മരണങ്ങൾ, അത് രണ്ടായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നത് ക്ലാസിഫൈ ചെയ്ത് അല്ലെങ്കിൽ പ്രിസർവ് ചെയ്യാറ്, ഡെഡ് ബോഡീസ് പ്രിസർവ് ചെയ്യാറ്. ഇത് വായിച്ചു നോക്കിയോ, ഫങ്ഷൻസ് ഓഫ് മോർച്ചറി സർവീസ് വായിച്ചു നോക്കിയോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ. ഓക്കെ, ഇനി അടുത്തതാണ് പ്ലാനിംഗ് പാരാമീറ്റേഴ്സ് ഓഫ് എ മോർച്ചറി. എന്തൊക്കെയാണ് ഒരു മോർച്ചറി കോംപ്ലക്സ് ആവട്ടെ, മോർച്ചറി പ്ലാൻ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധയിൽ വരുത്തേണ്ടതെന്നാണ് ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പ്ലാനിംഗ് പാരാമീറ്റേഴ്സ് ഓഫ് മോർച്ചറി. ഇതിൽ ഫസ്റ്റ് വരുന്നത് ലൊക്കേഷൻ ആണ്. നമ്മൾ ഹോസ്പിറ്റലിൽ എന്ത് ലൊക്കേഷനിലായിരിക്കണം എന്ത്
മോർച്ചറി സിറ്റുവേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ? അത് എങ്ങനത്തെ ഉള്ള ലൊക്കേഷനിലായിരിക്കണം എന്നാ പറഞ്ഞത്? നിങ്ങളോട് ഞാൻ പറഞ്ഞേണ് അത് എന്ത് ലൊക്കേഷനിലാണെന്ന് ടൈപ്പ് ചെയ്ത് അയച്ചേ. ഡ്യൂബിയസ് ലൊക്കേഷനിലായിരിക്കണം. ഓക്കെ ഓക്കെ, എല്ലാവരും അയക്കുന്നുണ്ട്. നല്ല കുട്ടികളെ ശ്രദ്ധിച്ചൊക്കെ ഇരിക്കണം എല്ലാവരും. ഞാൻ വിചാരിച്ചു ശ്രദ്ധിക്കുന്നില്ല എന്നാ വിചാരിച്ചത്. അപ്പോ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഡ്യൂബിയസ് പ്ലേസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മോർച്ചറി ലൊക്കേറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസിലേക്കായിരിക്കും എന്ത് ചെയ്യേണ്ടത്? കൊണ്ടുവരുന്നത്. The location should be dubious or obscure. അത് ഒരു ചെറിയൊരു എന്താ പറയാ, ഓർ ഇട്ട് കൊടുക്കണം കേട്ടോ. സെയിം മീനിങ് ആണ് വരുന്നത്. ഡ്യൂബിയസ് ഓക്കെ, ഡ്യൂബിയസ് ഓർ ഒബ്സ്ക്യൂർ പ്ലേസ് കേട്ടോ. മനസ്സിലായല്ലോ ഹസീന എന്താ പറഞ്ഞെന്ന്? ഓക്കെ, എനിക്കൊരു ചെറുതായിട്ട് തോട്ട് ആൻഡ് സെക്ഷൻ ഉണ്ട് കേട്ടോ, അപ്പൊ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. നമ്മൾ ലൊക്കേഷൻ എപ്പോഴും എങ്ങനെയായിരിക്കണം? ഡ്യൂബിയസ് ഓർ ഒബ്സ്ക്യൂർ പ്ലേസിലായിരിക്കണം. ഒറ്റപ്പെട്ട ഡ്യൂബിയസ് നമ്മൾ എന്താ പറഞ്ഞത്? എന്ത് മീനിങ്ങാ പറഞ്ഞത്? അധികം ആരുടെയും ശ്രദ്ധ ചെന്നെത്താൻ പറ്റാത്ത സ്ഥലങ്ങൾ, അങ്ങനത്തെ പ്ലേസിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? മോർച്ചറി പ്ലാൻ ചെയ്യേണ്ടത്. ഇൻ എ സെപ്പറേറ്റ് ബിൽഡിംഗ് ടു വേർ ദ ഡെഡ് ബോഡീസ് ക്യാൻ ബി റീച്ച്ഡ് ഇൻ നോൺ ഡിസ്റ്റർബിംഗ് വേ. നമ്മളൊരു സെപ്പറേറ്റ് ബിൽഡിംഗ് ഉണ്ട്, ഹോസ്പിറ്റൽ കോംപ്ലക്സിൽ നിന്ന് കുറച്ച് മാറി ഒരു സെപ്പറേറ്റ് ബിൽഡിംഗിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഈ മോർച്ചറി പ്ലാൻ ചെയ്യേണ്ടത്. സെപ്പറേറ്റ് ആയിട്ടുള്ള ബിൽഡിംഗ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു നോൺ ഡിസ്റ്റർബിംഗ്, നമ്മൾ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്ന പേഷ്യൻസിനാവട്ടെ അല്ലെങ്കിൽ ഡെഡ് ബോഡീസ് കൊണ്ടുപോകുന്ന റിലേറ്റീവ്സ് ഒരു മിനിറ്റ് കേട്ടാ, ഞാൻ മ്യൂട്ട് ഓൺ ആക്കാം. എന്താ മോൻ ഹസീന പറയണേന്ന് ഞാൻ നോക്കട്ടെ കേട്ടാ. ഒന്ന് മ്യൂട്ട് ഓൺ ആക്കിയുണ്ട്, എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. കുട്ടി എന്താ കാര്യമായിട്ട് പറയണേന്ന് തോന്നുന്നു. ഹസീന മോൻ പറഞ്ഞേടാ, ടെസ്റ്റില് ഫങ്ഷൻസ് ഓഫ് മോർച്ചറി സർവീസ് ഇല്ലേ? ഒരാൾ ഫങ്ഷൻസ് കാണുന്നില്ല. എടാ ആദ്യത്തെ പേജിൽ തന്നെയാണ് ഫങ്ഷൻസ് ഓഫ് മോർച്ചറി സർവീസ് ഉള്ളത്. ഫസ്റ്റ് പേജിലല്ലേ? വേറെ ആർക്കെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഇതിലുണ്ട്, ഫങ്ഷൻസ് ഓഫ് മോർച്ചറി ഉണ്ട്. ഓക്കെ, 65 എന്ന് പറയുന്ന പേജ് നമ്പർ വേറെ ആർക്കും ഇല്ലല്ലോ. അപ്പൊ മോന് വന്ന ആ ഒരു ബുക്കിന്റെ പ്രശ്നമായിരിക്കും കേട്ടോ. മോനിൽ കാര്യം ചെയ്യാം, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തേക്ക്. ഞാൻ കറക്റ്റ് ആയിട്ട് ഫങ്ഷൻസ് ഓഫ് മോർച്ചറി കറക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ടില്ലേ മോനോ ആ ഒരു ഭാഗത്തൊന്ന് എഴുതി വെച്ചേക്കോ. എഴുതി അല്ലെങ്കിൽ പേപ്പറിൽ ഒട്ടിച്ച് വെച്ചാലും മതി. പേപ്പറിൽ എഴുതി അതൊന്ന് ആ ഒരു ബുക്കില് സ്റ്റാർട്ട് ചെയ്തോ അല്ലെങ്കിൽ ഒട്ടിച്ചൊന്ന് വെക്കോ. ഓക്കെ, അത് ചെയ്താൽ മതി. അങ്ങനെ ചെയ്തേക്കട്ടെ. സ്ക്രീൻഷോട്ട് എടുത്തോ? എടുത്തെടുത്ത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ലൊക്കേഷൻ ആണെന്ന്. ഡ്യൂബിയസ് അല്ലെങ്കിൽ ഒബ്സ്ക്യൂർ ആയിട്ടുള്ള ഒരു പ്ലേസിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മോർച്ചറി ലൊക്കേറ്റ് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ നമ്മുടെ ഡെഡ് ബോഡീസ് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകാനും അതേപോലെ കൊണ്ടുവരാനൊക്കെ നോൺ ഡിസ്റ്റർബിംഗ് വേ ആയിരിക്കുള്ളൂ. കാരണം പേഷ്യൻസ് ഒക്കെ ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്ന ആ ഒരു പ്രതീക്ഷത്തിൽക്കൂടി ഒരു ഡെഡ് ബോഡി കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ ഒരു ബാഡ് ആയിട്ടുള്ള ഓൾറെഡി ആക്കാട്ടോ, ഒരു ബാഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് വരുന്നത്. അല്ലെങ്കിൽ ആ ഒരു പേഷ്യന്റ് എന്തുകൊണ്ടായിരിക്കും മരിച്ചത്, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലേക്ക് ഒരുപാട് ചിന്തകൾ, ചോദ്യങ്ങൾ വരാനുള്ള ചാൻസ് ഇല്ല. നോൺ ഡിസ്റ്റർബിംഗ് വേയിലൂടെ നമുക്ക് ഡെഡ് ബോഡീസ് കൊണ്ടുവരാനും കൊണ്ടുപോകാനും ഒരു എന്താ പറയുക ഡ്യൂബിയസ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്നാ പറയണേ. There should be easy access from ward, ICU, OT, emergency and pathology department. ഈ പറഞ്ഞിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് ഒരു പെട്ടെന്ന് അക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലവും കൂടി ആയിരിക്കണം മോർച്ചറി.
ഇനി സ്പേസ് റിക്വയർമെന്റ്സ് ആണ് പറയുന്നത്. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അതിന്റെ വലിപ്പവും അതിന്റെ സൈസും അതിന്റെ ടൈപ്പും അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ആ സ്പേസ് റിക്വയർമെന്റ് നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. റിലേ ഓൺ ദ സൈസ് ആൻഡ് ടൈപ്പ് ഓഫ് ദ ഹോസ്പിറ്റൽ ആൻഡ് ദ വർക്ക് ലോഡ്. നമ്മുടെ ഹോസ്പിറ്റലിന്റെ സൈസും ടൈപ്സും വർക്ക് ലോഡ് അനുസരിച്ച് നമുക്ക് ഹോസ്പിറ്റലിൽ മോർച്ചറിയുടെ സ്പേസ് റിക്വയർമെന്റ് അല്ലെങ്കിൽ സ്പേസ് എത്ര വേണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അല്ലാത്ത പക്ഷം നമ്മളുടെ the committee on plan project has been recommended an area of 6 to 8 square feet per bed as general guidance. നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു ബെഡിന് 6 മുതൽ 8 സ്ക്വയർ ഫീറ്റ് എന്നുള്ള ഒരു കണക്കില് നമ്മൾ എന്ത് ചെയ്യുന്നു, കാൽക്കുലേറ്റ് ചെയ്യുന്നു. ചിലപ്പോൾ ഒരു 100 ബെഡ്സ് ഒക്കെ ഉണ്ടാവും, ഇൻറ്റു 100 ചെയ്യേണ്ടതായിട്ട് വരും. ഒരു ബെഡിന് എത്രയാണ്, ഇത്രയും സ്ക്വയർ സെന്റിമീറ്റർ ഉള്ള ഒരു മോർച്ചറിയാണ് ആവശ്യം എന്നുള്ള രീതി. വളരെ ചെറുതാണെന്ന് നമുക്കറിയാം. അപ്പൊ ബെഡുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് മോർച്ചറിയുടെ സ്പേസും എന്ത് ചെയ്യും, കൂടും എന്നാണ് ഇവിടെ പറയുന്നത്. പ്ലാനിങ് പാരാമീറ്റേഴ്സ് ഓഫ് എ മോർച്ചറി എന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. ലൊക്കേഷൻ അല്ലേ പറഞ്ഞത്. ലൊക്കേഷൻ എപ്പോഴും ഒരു ഡിലീഷ്യസ് ഒരു ഒബ്സ്ക്യൂർ പ്ലേസിലായിരിക്കണം ആദ്യം മാറുകയും ശ്രദ്ധ എത്തിച്ചെല്ലാത്ത ഒറ്റപ്പെട്ട പ്ലേസിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഇതിന്റെ ലൊക്കേഷൻ വരുന്നത്. ഹോസ്പിറ്റൽ കോംപ്ലക്സിൽ ആവരുത്, ഒരു സെപ്പറേറ്റ് ബിൽഡിംഗിലായിരിക്കണം ഈ ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യാനായിട്ട്. കാരണം ഈ ഡെഡ് ബോഡീസിൽ നിന്ന് മറ്റ് ഇൻഫെക്ഷൻസ് ഒന്നും നമ്മുടെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന പേഷ്യൻസിന് വരാതിരിക്കാനും കൂടിയാണ് അത് സെപ്പറേറ്റ് ബിൽഡിംഗ് പ്രിഫർ ചെയ്യുന്നത്. ഈ മോർച്ചറിയിലേക്ക് വാർഡിൽ നിന്നും ICU അതേപോലെ OT എമർജൻസി പാത്തോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയിരിക്കണം എന്ത് ലൊക്കേഷൻ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. അതേപോലെ സ്പേസ് റിക്വയർമെന്റ്സ് ഓരോ ഹോസ്പിറ്റലിന്റെ സൈസും ടൈപ്പും അതിന്റെ അവിടുത്തെ വർക്ക് ലോഡും അനുസരിച്ച് എന്ത് ചെയ്തിട്ടുണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ കമ്മിറ്റി ഓൺ പ്ലാൻ പ്രോജക്ട് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബെഡിന് 6 മുതൽ 8 സ്ക്വയർ ഫീറ്റ് എന്നൊരു അനുപാതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, മോർച്ചറിയുടെ സ്പേസ് കണക്കാക്കണം. അപ്പോൾ വലിയ ഹോസ്പിറ്റൽസിലൊക്കെ ആണെങ്കിൽ വലിയ മോർച്ചറി ആയിരിക്കും വേണ്ടത്. ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ അത്രയും സ്പേസ് വേണ്ട വരില്ല. എല്ലാവരും ഒന്ന് വായിച്ചേ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ പിള്ളേരെ? വായിച്ചു കഴിഞ്ഞവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? ഇനിയാണ് ഫങ്ഷണൽ ഏരിയാസ് ആണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ഹോസ്പിറ്റലിലായിട്ട് വർക്ക് ചെയ്യുന്ന കുറച്ച് ഫങ്ഷണൽ ഏരിയാസ് നമ്മളിൽ എന്ത് ചെയ്ത് പോകുന്നുണ്ട്, ഡിസ്കസ് ചെയ്തു പോകുന്നുണ്ട് കേട്ടോ. എടതേ ഈ സ്പേസിന്റെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബെഡിന് 6 മുതൽ 8 സ്ക്വയർ ഫീറ്റ് ആണ് സ്പേസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അലോക്കേറ്റ് ചെയ്യുന്നത്. 6 മുതൽ 8 സ്ക്വയർ ഫീറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ ഹോസ്പിറ്റൽ ബെഡിന്റെ നമ്പേഴ്സ് കൂടുന്നതിനനുസരിച്ച് എന്താണ് നമ്മുടെ മോർച്ചറിയുടെ സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ ആ സ്പേസും എന്ത് ചെയ്യും, കൂടും എന്നുള്ളൊരു മീനിങ് ആണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, നമ്മൾ ഇനി നോക്കുന്നത് ഫങ്ഷണൽ ഏരിയാസ് ആണ് പറയുന്നത്. പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോർച്ചറിയുടെ എൻട്രൻസ്, പോർട്ടിക്കോ എന്ന് പറഞ്ഞാല് എൻട്രൻസ് എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. ഒന്ന് ഇംഗ്ലീഷിലായിട്ട് തന്നെ എഴുതി വെച്ചു, നമ്മളധികം കേൾക്കാത്ത ഒരു വേർഡാണ് പോർട്ടിക്കോ. എൻട്രൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, എൻട്രൻസ്.
പാർക്കിംഗ് വിത്ത് കവേർഡ് എൻട്രൻസ്. നമ്മളൊരു നമ്മുടെ വിശാലമായ ഒരു പാർക്കിംഗ് പ്ലേസ് തന്നെ എന്തൊക്കെ മോർച്ചറിയിൽ വേണം. അതേപോലെ തന്നെ നമ്മുടെ എൻട്രൻസ് നല്ല രീതിയിൽ കവർ ചെയ്തിട്ടുണ്ടാകും. കാരണം നമ്മൾ ഈ ഡെഡ് ബോഡീസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മോർച്ചറി എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് മനസ്സിലാവും. നമ്മൾ ഈ എൻട്രൻസ് കുറച്ച് കവർ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഈ ഡെഡ് ബോഡി എന്ത് ചെയ്യാം, മോർച്ചറിയിൽ നിന്ന് ആ ഒരു ആംബുലൻസിലേക്ക് മാറ്റുന്ന സമയത്ത് അല്ലെങ്കിൽ ആ വെഹിക്കിളിലേക്ക് മാറ്റുന്ന സമയത്ത് നനയാതിരിക്കാനും അതേപോലെ മറ്റ് കേടുപാടുകളൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ റൂഫ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ പോർട്ടിക്കോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻട്രൻസ് എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, ഓക്കെ. അപ്പൊ നല്ല രീതിയിൽ കവർ ചെയ്തിട്ടുണ്ടാവും. കാരണം മഴയൊക്കെ ഉള്ള സമയത്താണ് ഡെഡ് ബോഡീസ് മാറ്റുന്നതെങ്കിൽ ആ സമയത്ത് നമ്മളുടെ ഡെഡ് ബോഡി ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നനയാനൊന്നും പാടില്ല. കാരണം ചിലപ്പോൾ എന്താണത് നമ്മള് ശവസംസ്കാരത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് കൊണ്ടുപോകുന്ന ഡെഡ് ബോഡി അത്രയും നമ്മൾ സേഫ് ആയിട്ട് വേണം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. നോക്കാം. പാർക്കിംഗ് വിത്ത് പോർട്ടിക്കോസ്. ആംബിൾ പാർക്കിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശാലമായ പാർക്കിംഗ് ഏരിയ വിത്ത് എ കവേർഡ് ഏരിയ ഓഫ് അബൌട്ട് 18 മീറ്റർ സ്ക്വയർ. എത്ര മീറ്റേഴ്സ് എങ്കിലും കവർ ചെയ്യണം? 18 മീറ്റർ എങ്കിലും കവർ ചെയ്തിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഷുഡ് ബി ഫെസിലിറ്റേറ്റ് അറ്റ് ആൻ എൻട്രൻസ് ടു ദ ബോഡി സ്റ്റോർ ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ഫ്രം വെറ്റ് വെതർ. ഇതിനങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ബോഡി പുറത്തുനിന്നുള്ള ഒരു വെറ്റ് ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ നനഞ്ഞ കാലാവസ്ഥയിൽ നിന്ന് ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മഴയൊക്കെ ആണെങ്കിൽ ഡെഡ് ബോഡീസ് ആംബുലൻസിലേക്ക് കയറ്റുമ്പോൾ നനയാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും മീറ്റർ എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയുന്നത് കവർ ചെയ്യാൻ പറയുന്നത്. The screen from adjust area with an assist to secondary road or parking area. അപ്പോൾ നമ്മൾ ഈ എൻട്രൻസിൽ നിന്ന് സെക്കൻഡറി റോഡിലേക്കോ പാർക്കിംഗ് ഏരിയയിലേക്കോ നമുക്ക് എന്ത് കൊടുക്കണം? തൊട്ടടുത്തുള്ള ഒരു ഏരിയയിലേക്ക് നമുക്ക് അതിനെ കടത്തി വിടാനായിട്ട് പറ്റണം. ഇനി റിസപ്ഷൻ ആണ്. റിസപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഫോർമാലിറ്റീസ് അതേപോലെ തന്നെ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യണം. ആ ഒരു ഏരിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിസപ്ഷൻ എന്ന് പറയുന്നത്. ദ പ്ലേസ് വേർ ദ ബോഡീസ് ആർ ഒബ്സർവ്ഡ് ആൻഡ് ദ ഡോക്യുമെന്റ്സ് ആർ എക്സാമിൻഡ്. നമ്മൾ ബോഡിയൊക്കെ ഒബ്സർവ് ചെയ്തിട്ടും അതേപോലെ തന്നെ ഈ കറക്റ്റ് ഡോക്യുമെന്റ്സ് ഒക്കെ വെച്ച് എക്സാമിൻ ചെയ്യും. കാരണം അൺക്ലെയിംഡ് ആയിട്ടുള്ള ഡെഡ് ബോഡീസ് ആണെങ്കിൽ ആ ഡെഡ് ബോഡി അതേപോലെ ഇവര് എന്ത് ചെയ്തിരിക്കുന്നത് ഹാജരാക്കിയിട്ടുള്ള പ്രൂഫും ഇനി ഡെഡ് ബോഡിയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഐഡന്റിഫിക്കേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഐ ഡി കാർഡൊക്കെ കിട്ടുന്ന അതൊക്കെ മാച്ച് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന സ്ഥലമാണ് എന്ത് റിസപ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി ഈസി റീച്ചബിൾ ആൻഡ് അപ്രോച്ചബിൾ. നമുക്ക് എപ്പോഴും എത്തിച്ചേരാൻ പറ്റുന്ന റീച്ചബിൾ ആയിട്ടുള്ള എപ്പോഴും സമീപിക്കാൻ പറ്റുന്ന ഒരു പ്ലേസിലായിരിക്കണം എന്ത് റിസപ്ഷൻ എന്ന് പറയുന്നത്. മോർച്ചറിയിൽ ഒരുപാട് ദൂരെ ആവാൻ പാടില്ല. അതിനെ എപ്പോഴും പെട്ടെന്ന് എത്തിച്ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥലത്തായിരിക്കണം റിസപ്ഷൻ വെക്കേണ്ടത് അല്ലെങ്കിൽ റിസപ്ഷൻ വേണ്ടത്. ഇനി ട്രോളി ബാഗ് പറയുന്നത് നമ്മൾ ഈ ബോഡി എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു സ്ഥലത്ത് നിന്ന് മോർച്ചറിയിൽ നിന്ന് വെഹിക്കിളിലേക്ക് മാറ്റാനും അല്ലെങ്കിൽ ഈ ഡെഡ് ബോഡീസ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ട്രോളീസ്. അപ്പോ ഈ ട്രോളികൾ നമ്മൾ നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെ കീപ്പ് ചെയ്യണം. ദ പ്രോപ്പർ സ്പേസ് നീഡഡ് ഫോർ ട്രോളി ബേ ഈസ് 3 മീറ്റർ സ്ക്വയർ. എത്ര മീറ്റർ എങ്കിലും ആ ട്രോളി കീപ്പ് ചെയ്യാൻ വേണ്ടി വേണം? 3 മീറ്റർ എങ്കിലും നമ്മൾ ആ ട്രോളി പ്രോപ്പർ ആയിട്ട് കീപ്പ് ചെയ്യാനുള്ള സ്ഥലം നമ്മൾ എവിടെ കൊടുക്കണം? മോർച്ചറിയുടെ ഫ്രണ്ടിലായിട്ട് കൊടുക്കണം. ദ ട്രോളി ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഡെഡ് ബോഡീസ്. സാധാരണയായിട്ട് ട്രോളിയിലാണ് നമ്മൾ ഡെഡ് ബോഡീസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഇറ്റ് ഷുഡ് ബി വിത്തിൻ ദ റീച്ച് ഓഫ് ദ റിസപ്ഷൻ. അപ്പൊ റിസപ്ഷന്റെ അടുത്ത് തന്നെയായിട്ട് ട്രോളീസ് എന്ത് ചെയ്യണം? കൊടുത്തിരിക്കണം. അടുത്ത് തന്നെ വേണം ട്രോളീസ്. ഇനി വെയിറ്റിംഗ് ഏരിയ ആണ്. നമ്മള് മരണപ്പെട്ട ആളുടെ ബന്ധുക്കൾക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് ഒരു ഏരിയ വേണം. കാരണം ഈ ലീഗൽ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞ് ബോഡി നമുക്ക് കിട്ടുന്ന വരെയെങ്കിലും നമ്മുടെ റിലേറ്റീവ്സിനും അതേപോലെ അവരുടെ വേണ്ടപ്പെട്ട ആൾക്കാർക്കും വിസിറ്റേഴ്സിനും റിലേറ്റീവ്സിനും വെയിറ്റ് ചെയ്യാനായിട്ട് ഒരു റൂം കൊടുക്കണം. അപ്പൊ എ വെയിറ്റിംഗ് റൂം ഓഫ്
30 meter is suggested for entry to the visitors and relatives. അപ്പം നമ്മുടെ ഡിസീസ്ഡ് ആയിട്ടുള്ള പേഴ്സന്റെ റിലേറ്റീവ്സിന് എന്ത് ചെയ്യാൻ വെയിറ്റ് ചെയ്യാൻ വേണ്ടി 50 മീറ്റർ സ്ക്വയർ പ്ലേസ് എങ്കിലും ഏരിയ എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം പ്രൊവൈഡ് ചെയ്യണം. ഇത്രയുമാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത 4 ഫങ്ഷണൽ ഏരിയ. ഫസ്റ്റ് പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ എന്നാ പറഞ്ഞത്. നമുക്കൊരു വിശാലമായിട്ടുള്ള വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയ വിത്ത് കവേർഡ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് വേണം. നമുക്ക് ആ ഒരു ബോഡി വെഹിക്കിളിലേക്ക് കയറ്റുമ്പോൾ മറ്റ് എന്താണ് വെറ്റ് വെതറിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനും മഴയൊന്നും കൊള്ളാതെ നല്ല രീതിയിൽ ആ ബോഡി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റണം. അതേപോലെ രണ്ടാമത് പറഞ്ഞത് റിസപ്ഷൻ ആണ്. നമ്മുടെ മോർച്ചറിയുടെ അടുത്ത് തന്നെ ആയിരിക്കണം റിസപ്ഷൻ. അതെന്തിനാ വേണ്ടിയിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റീച്ച് ചെയ്യാനും പെട്ടെന്ന് അപ്രോച്ച് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അവിടെ വെച്ചിട്ടാണ് നമ്മളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ എക്സാമിൻ ചെയ്യുന്നത്, ബോഡീസ് ഒക്കെ ഒബ്സർവ് ചെയ്യുന്നത്. ദെൻ ട്രോളി ഇല്ല, ഒരുപാട് പോയിന്റും കൂടി ഉണ്ട്. ഓക്കെ, അങ്ങനെ ആയിട്ട് 5 പോയിന്റ്, ഈ ഒരു പേജിൽ 5 പോയിന്റ് പറഞ്ഞു എന്നുള്ളൂ. ഒരു പോയിന്റ് ഉണ്ട് എനിക്ക് നന്നായിട്ട് എനിക്കറിയാം, 12 പോയിന്റ്സ് ഉണ്ട്. അതിൽ 4 പോയിന്റ് പറഞ്ഞു തന്നിട്ട് നിങ്ങളൊന്ന് വായിക്കാൻ പറയാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു. ട്രോളി ബേ, നമ്മൾ ഈ ഡെഡ് ബോഡീസ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ട്രോളീസ് പ്രോപ്പർ ആയിട്ടുള്ള പ്ലേസിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്ലേസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 3 മീറ്റർ സ്ക്വയർ എങ്കിലും കൊടുക്കണം എന്നാ പറയുന്നത്. അത് നമ്മുടെ റിസപ്ഷന് അടുത്ത് തന്നെ ആയിരിക്കണം, നമുക്ക് പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റുന്ന ഏരിയയിലായിരിക്കണം. ദെൻ വെയിറ്റിംഗ് റൂം ആണ്. നമ്മൾ ഡിസീസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മരണപ്പെട്ട വ്യക്തിയുടെ റിലേറ്റീവ്സിന് ആ ഒരു ബോഡിയുടെ ബാക്കി ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞ് വിട്ട് കിട്ടുന്നത് വരെ നമുക്കൊരു പ്രോപ്പർ ആയിട്ട് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റൂം പ്രൊവൈഡ് ചെയ്യണം. അത് ഒരു 50 മീറ്റർ സ്ക്വയറെങ്കിലും വേണം എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങള് 4 ഫങ്ഷണൽ ഏരിയാസ്. ഒന്ന് വേഗം വായിച്ചു നോക്കി എല്ലാവരും. ഓക്കെ, വായിച്ചു നോക്കി എല്ലാവരും. ക്ലിയർ ആണോ? ഓക്കെ, ഇനി സ്റ്റോറേജ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മോർച്ചറിയുടെ പുറത്ത്, അല്ലെങ്കിൽ പാർക്കിംഗ്, അതേപോലെ റിസപ്ഷൻ, ട്രോളിയുടെ വെയിറ്റിംഗ് ഏരിയ ഒക്കെയാണ് നമ്മൾ പറഞ്ഞെങ്കിൽ, ഇനി നമ്മൾ സ്റ്റോർ ചെയ്യില്ലേ, ഡെഡ് ബോഡീസ് സ്റ്റോർ ചെയ്യുന്ന ചേംബേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. എന്നാണ് നമ്മൾ ഡെഡ് ബോഡീസ് സ്റ്റോർ ചെയ്യുന്ന ചേംബേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ടൈപ്സ് ഓഫ് മോർച്ചറി കോൾഡ് ചേംബേഴ്സ് ആണ് പറയുന്നത്. 2 ടൈപ്പ് മോർച്ചറിയില് ചേംബേഴ്സ് ഉണ്ട്. ഒന്ന് പോസിറ്റീവ് ടെമ്പറേച്ചർ, അതേപോലെ നെഗറ്റീവ് ടെമ്പറേച്ചർ. നമുക്ക് എന്താണ് പോസിറ്റീവ് ടെമ്പറേച്ചർ ചേംബർ എന്നും രണ്ടാമത്തെ നെഗറ്റീവ് ടെമ്പറേച്ചർ ചേംബർ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ പോസിറ്റീവ് ടെമ്പറേച്ചർ ചേംബറിൽ ദ ബോഡീസ് ആർ കെപ്റ്റ് ബിറ്റ്വീൻ 2 ഡിഗ്രി സെൽഷ്യസ് ടു 4 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ 2 ഡിഗ്രി മുതൽ 4 ഡിഗ്രി വരെയാണ് ഇവിടുത്തെ ടെമ്പറേച്ചറിന്റെ അളവ് എന്ന് പറയുന്നത്. While this is usually used for keeping bodies for up to several weeks. നമുക്ക് ഈ ഒരു ബോഡീസ് കുറച്ച് several weeksലേക്ക്, ആഴ്ചകളോളം സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോസിറ്റീവ് ടെമ്പറേച്ചർ ചേംബർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഡസ് നോട്ട് പ്രിവെന്റ് ഡീക്കേ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചേംബർ എന്ന് പറയുന്നത്, നമ്മൾ ഡീക്കേ എന്ത് ചെയ്യുന്നില്ല, സ്റ്റോപ്പ് ചെയ്യുന്നില്ല, മൊത്തമായിട്ടും ആ ബോഡി ഡീക്കേ ചെയ്യുന്നതിൽ നിന്ന് തടയുന്നില്ല. വിച്ച് കണ്ടിന്യൂ അറ്റ് സ്ലോവർ റേറ്റ് ദാൻ അറ്റ് റൂം ടെമ്പറേച്ചർ. നമ്മൾ സാധാരണ റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണോ ബോഡി ഡീക്കേ ചെയ്യുന്നത്, അതിൽ നിന്ന് കുറയ്ക്കുന്നു. അത് കുറയ്ക്കാനായിട്ട് നമുക്ക് ഈ ഒരു പോസിറ്റീവ് ടെമ്പറേച്ചർ ചേംബറെ ഹെൽപ്പ് ചെയ്യുന്നു.
നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഡീകേ ചെയ്യുന്നത് പൂർണ്ണമായിട്ട് തടയുന്നില്ല. ഡീകേ ചെയ്യുന്നുണ്ട്, സ്ലോവർ റേറ്റിലായിരിക്കും, ചെറിയൊരു അളവിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഡീകേ സംഭവിക്കുന്നത്, ആ ഡെഡ് ബോഡിക്ക് ഡീകേ സംഭവിക്കുന്നത്. ആ ഒരു സാധാരണ റൂം ടെമ്പറേച്ചറിനേക്കാളും സ്ലോവർ ആക്കാനായിട്ട് എന്ത് പോസിറ്റീവ് ടെമ്പറേച്ചർ ചേമ്പേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നെഗറ്റീവ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ മനസ്സിലാവും. ഈ നെഗറ്റീവ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഡീകേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നശിക്കാതിരിക്കാൻ അല്ലെങ്കിൽ എന്താണ് അഴുകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നേട്ടാ. ഡീകേ അഴുകാതിരിക്കാൻ വേണ്ടിയിട്ട്. നെഗറ്റീവ് ടെമ്പറേച്ചർ, the bodies are kept at between -50 degrees Celsius സെന്റിഗ്രേഡ് ടു നെഗറ്റീവ് കണക്കാട്ടാ. സെന്റിഗ്രേഡ് ഇതിവിടെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ നെഗറ്റീവ് ആണ്, അതൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്, നിങ്ങളൊന്ന് തിരുത്താട്ടെ. ഇതും നെഗറ്റീവ് ആണ് കേട്ടോ. നെഗറ്റീവ് 25 ആണ്. ഞാൻ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങള് ഇത് നെഗറ്റീവ് 25 ആണ്. എല്ലാവരും ഒന്ന് തിരുത്തിയത്. ചിലപ്പോൾ ഭയങ്കര മിസ്റ്റേക്ക്, കാരണം നെഗറ്റീവ് ടെമ്പറേച്ചർ ചേമ്പർ എന്ന് പറഞ്ഞിട്ട് എന്താണ് -50 ഡിഗ്രി എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് നെഗറ്റീവ് വിട്ടു പോയത്, അത് മിസ്റ്റേക്ക് ആണ്. എല്ലാവരും തിരുത്തിയത്. ഓക്കെ. യൂഷ്വലി യൂസ്ഡ് അറ്റ് ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ട്, സാധാരണയായിട്ട് ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നമ്മൾ ഇങ്ങനത്തെ ചേമ്പർ യൂസ് ചെയ്യുന്നത്. പർട്ടിക്കുലർലി when a body has been identified, നമ്മൾ ആ ബോഡി ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം at these temperature the body is completely frozen. നമ്മൾ ഫ്രീസ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ കംപ്ലീറ്റ്ലി ആ ഒരു ബോഡി ഫ്രീസ് ചെയ്തിട്ടായിരിക്കും നെഗറ്റീവ് ടെമ്പറേച്ചർ ചേമ്പറിൽ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ നെഗറ്റീവ് ഡിഗ്രിയിലായിരിക്കും നമ്മൾ ബോഡീസ് എന്ത് ചെയ്യുന്നത്, കീപ്പ് ചെയ്യുന്നത് എന്നുള്ളൊരു മീനിങ് ആണ് അത് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോ നമ്മൾ നെഗറ്റീവ് ഡിഗ്രി ടെമ്പറേച്ചറിൽ ബോഡി എങ്ങനെയാണ് ഫുള്ളായിട്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ടാവും, മരവിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോ ഈ ഫുൾ മരവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഡീകേ നടക്കില്ല. ഡീകേ ഈസ് ടോട്ടലി സ്റ്റോപ്പ്ഡ്. ഒരു കേടുപാടും എന്ത് സംഭവിക്കുന്നില്ല, ഒരു എന്താ പറയാ അഴുക്കലോ അങ്ങനെ ഒരു കേടുപാട് സംഭവിക്കാണ്. അതിങ്ങനെ ഫ്രീസ് ആയിട്ട് ഫ്രോസൺ ആയിട്ട് അങ്ങനെ തന്നെ നിൽക്കും. അതെവിടെ നെഗറ്റീവ് ടെമ്പറേച്ചർ ചേമ്പേഴ്സിലാണ് സംഭവിക്കുന്നത്. കംപ്ലീറ്റ്ലി നോക്കാട്ടോ നിങ്ങള്. കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാണ്, ഇത് ചെയ്തിരിക്കുകയാണ്, ഫോർസ് ചെയ്തിരിക്കുകയാണ്. ഡിക്ലേ എന്ന് പറയുന്നത്, ഡിക്ലേ എന്ന് പറയുന്നത് സംഭവമേ നടക്കുന്നില്ല, ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയായിരിക്കും. നെഗറ്റീവ് ഡിഗ്രി നമുക്ക് സ്റ്റോർ ചേമ്പേഴ്സ് രണ്ട് രീതിയിലുണ്ട്, പോസിറ്റീവ് ടെമ്പറേച്ചറിൽ നെഗറ്റീവ് ടെമ്പറേച്ചർ. പോസിറ്റീവ് ടെമ്പറേച്ചറിൽ നമ്മൾ 2 to 4 ഡിഗ്രിയിലാണ് നമ്മൾ ബോഡി പ്രിസർവ് ചെയ്യുന്നതെങ്കിൽ, ഡെഡ് ബോഡീസ് പ്രിസർവ് ചെയ്യുന്നത് ഒരു 7 വീക്സിലേക്ക് നമുക്ക് ആ ബോഡി എന്ത് ചെയ്യാൻ പറ്റും, പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും. ഇതൊരിക്കലും ഡീകേ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. നോട്ട് പ്രിവെന്റ് ദ ഡീകേ വിച്ച് കണ്ടിന്യൂസ് അറ്റ് സ്ലോ റേറ്റ്. ഡീകേ സംഭവിക്കുന്നതിന്റെ ആ ഒരു റേറ്റ് കുറയ്ക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെഗറ്റീവ് ടെമ്പറേച്ചറിൽ -50 ഡിഗ്രി ടു -25 ഡിഗ്രി ആണ്. ഇതില് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അതെന്ത് ചെയ്യണം, ഫ്രീസ് ചെയ്യാണ്, ആ ഡെഡ് ബോഡി ഫ്രീസ് ചെയ്യാണ്. ദെൻ ഡീകേ ടോട്ടലി സ്റ്റോപ്പ് ചെയ്യാണ്, നമ്മൾ ബോഡി ഫുള്ളായിട്ട് മരവിപ്പിക്കുകയാണ്. അവിടെ ഒരു അഴുക്കലോ അല്ലെങ്കിൽ കേടുപാടുമോ പിന്നെ ആ ഒരു ബോഡിക്ക് സംഭവിക്കുന്നില്ല. ഇനി പോസ്റ്റ്മോർട്ടം റൂം ആണ് പറയുന്നത്. ദ പോസ്റ്റ്മോർട്ടം റൂം ഈസ് ട്രീറ്റഡ് ടു ബി ലൈക്ക് ആൻ ഓപ്പറേഷൻ തിയേറ്റർ ഇൻ ഓൾ ടെക്നീഷ്യലി. നമ്മൾ ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഒരു പോസ്റ്റ്മോർട്ടം റൂം എന്ന് പറയുന്നത് ഒരു ഓപ്പറേഷൻ തിയേറ്റർ പോലെ തന്നെയാണ്. ഇവിടുത്തെ മേജർ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ കുറച്ചും കൂടി കോൺഷ്യസ് ആയിരിക്കും. കാരണം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് പേഷ്യന്റിലേക്ക് മറ്റ് ഇൻഫെക്ഷൻസ് ഔട്ട്സൈഡിൽ നിന്ന്, പുറത്തു നിന്ന് ഒരു ഇൻഫെക്ഷൻസും ആ ഒരു ബോഡിയിലേക്ക് എത്താതിരിക്കുക, ആ ഒരു വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പേഷ്യന്റിലേക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കും എവിടെ, ഓപ്പറേഷൻ തിയേറ്ററിൽ. പക്ഷെ മോർച്ചറിയിൽ നേരെ തിരിച്ചാണ്. മോർച്ചറിയിൽ നമ്മൾ എന്താ ശ്രദ്ധിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബോഡിയിൽ നിന്ന് മറ്റ് ഇൻഫെക്ഷൻസ് ഒന്നും സ്പ്രെഡ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തും. ആ ഒരു സെന്റൻസ് ആണ് അവിടെ പറയുന്നത്.
The major difference between mortuary and OT is that OT almost care is required to avert. Avert എന്ന് ഉദ്ദേശിക്കുന്നത് prevent അല്ലെങ്കിൽ ഒഴിവാക്കുക എന്നുള്ള ഒരു മീനിങ് ആണ്. ഔട്ട്സൈഡ് ഇൻഫെക്ഷൻ ദാറ്റ് എൻ്റർ ഇൻസൈഡ്. നമ്മുടെ പുറത്തു നിന്ന് ഒരു ഇൻഫെക്ഷനും അകത്തേക്ക് ഇൻസൈഡിലേക്ക് എൻ്റർ ചെയ്യുന്നില്ല എന്ന് OT-യിൽ ശ്രദ്ധിക്കേണ്ടില്ല. ഇൻ മോർച്ചറി ഈസ് നീഡഡ് ടു മേക്ക് ഷുവർ ദാറ്റ്. മോർച്ചറിനെ സംബന്ധിച്ച് എന്ത് കാര്യം ശ്രദ്ധിക്കേണ്ടത്? ഇൻസൈഡ് ഇൻഫെക്ഷൻ ഡസ് നോട്ട് സ്പ്രെഡ് ഔട്ട്. അകത്തു നിന്ന് ഒരു ഇൻഫെക്ഷൻസും പുറത്തേക്ക് സ്പ്രെഡ് വ്യാപിക്കുന്നില്ല എന്നും ഉറപ്പുവരുത്തണം കേട്ടോ. ഇനി വരുന്ന ഫങ്ഷണൽ ഏരിയാസ് ആണ് പറയണത്. നമുക്ക് മോർച്ചറിക്ക് ഒരു ഓഫീസ് റൂം വേണം. നമ്മൾ ഈ റെക്കോർഡ്സ് ഒക്കെ കീപ്പ് ചെയ്യാനും പ്രോസസ് ചെയ്യാനും സ്റ്റോർ ചെയ്ത് വെക്കാനും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഓഫീസ് റൂം വേണം. പിന്നെ ഡോക്ടേഴ്സ് റൂം വേണം. കാരണം ഈ കാര്യങ്ങൾ റെഫർ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതി റെക്കോർഡിൽ രേഖപ്പെടുത്തണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് റൂം വേണം. പിന്നെ സ്റ്റോർ റൂം വേണം. പിന്നെ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യാൻ വേണ്ടി ഒരുപാട് എക്യുപ്മെന്റ്സും സിസേഴ്സും അതേപോലെ ഒരുപാട് എക്യുപ്മെന്റ്സ് ആവശ്യമാണ്. ആ എക്യുപ്മെന്റ്സ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി സ്റ്റോർ റൂം വേണം. റൂം ഫോർ ടെക്നീഷ്യൻ ആൻഡ് അസിസ്റ്റൻസ്. മോർച്ചറിയിൽ അല്ലെങ്കിൽ മോർച്ചറിയിൽ ടെക്നീഷ്യൻസിനും അസിസ്റ്റൻസിനും നിൽക്കാൻ വേണ്ടിയിട്ട് സ്റ്റോർ റൂം വേണം. ദെൻ ചേഞ്ചിങ് റൂം. നമ്മള് പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഡോക്ടേഴ്സ് എന്ത് ചെയ്യണം? ഡ്രസ് ഒക്കെ ചേഞ്ച് ചെയ്ത് അവരുടെ പ്രോപ്പർ ആയിട്ടുള്ള വേറൊരു യൂണിഫോമിലാണ് അവരത് ചെയ്യുന്നത്. പ്രോപ്പർ ആയിട്ട് കെയർ ചെയ്തത്. അപ്പൊ അവർക്ക് ഡ്രസ്സൊക്കെ മാറ്റി പ്രോപ്പർ ഇപ്പൊ നമ്മൾ തിയേറ്ററിലൊക്കെ പോകില്ലേ, ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു വേറൊരു രീതിയിലുള്ള കോസ്റ്റ്യൂംസ് ആണ്. അവരിൽ നിന്ന് മറ്റേ ഇൻഫെക്ഷൻസ് ഒന്നും സ്പ്രെഡ് ചെയ്യരുതെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ OT-യിൽ കയറുന്നതിന് മുമ്പ്. അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം മോർച്ചറിയിലേക്ക് അല്ലെങ്കിൽ മോർച്ചറിയിൽ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് മുമ്പ്. അപ്പൊ അത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനൊരു റൂം വേണം. ദെൻ ടോയ്ലറ്റ് എവിടെ വേണം? മോർച്ചറിയിൽ വേണം. ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും ഏരിയാസ് ആണ് മോർച്ചറിയെ സംബന്ധിച്ച് ഫങ്ഷണൽ ഏരിയാസ് എന്ന് പറയുന്നത്. ഈ മെയിൻ ആയിട്ട് നോക്കുന്നത് സ്റ്റോറേജ് ചേമ്പേഴ്സും ഈ പോസിറ്റീവിന്റെയും നെഗറ്റീവിന്റെയും ടെമ്പറേച്ചർ ഡിഗ്രി, പിന്നെന്താണ് ഈ ഏതിലാണ് ഫുൾ കംപ്ലീറ്റ്ലി ഫ്രീസ് ചെയ്യുന്നത്, ഏതിലാണ് ഒട്ടും ഡീക്കേ സംഭവിക്കാത്തത്, ഡീക്കേയുടെ അളവ് തോത് കുറയ്ക്കുന്നത് ഏതിലാണ് എന്നുള്ളത് ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് വായിച്ചേ. ഒന്ന് വ്യക്തമായിട്ടൊന്ന് വായിച്ചു നോക്കി. സ്റ്റോറേജ് ചേമ്പർ മുതൽ നമ്മളുടെ 12th പോയിന്റ് വരെ ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. അതെ, പോസിറ്റീവ് ടെമ്പറേച്ചറിൽ ഡീക്കേ സംഭവിക്കുന്നുണ്ട്. അതിന്റെ തോത് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അതെ, പോസ്റ്റ്മോർട്ടം മോർച്ചറിയിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത് കേട്ടോ. പോസ്റ്റ്മോർട്ടം മോർച്ചറിയിൽ അവിടുത്തെ അടുത്ത് തന്നെ ആയിരിക്കും. ആ മോർച്ചറി കോംപ്ലക്സിൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ആ മോർച്ചറിയിലെ ഒരു കോംപ്ലക്സിൽ തന്നെയാണ് നടക്കുന്നത്. ഓക്കെ, വായിച്ചു നോക്കി എല്ലാവരും. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? എല്ലാവരും വായിച്ചു നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഓൾമോസ്റ്റ് പ്രിവെന്റ് എന്നാണോ? ഓൾമോസ്റ്റ് എവിടെയാണ്? എനിക്ക് വേർഡ് കിട്ടുന്നില്ല കേട്ടോ. ഓൾമോസ്റ്റ് പ്രിവെന്റ് ആണോ എന്ന് ചോദിച്ചു. അത് കംപ്ലീറ്റ്ലി അതെ, ഇതായിരിക്കും ഉദ്ദേശിച്ചത്. നെഗറ്റീവ് ടെമ്പറേച്ചറിൽ നമ്മൾ ഡീക്കേ സംഭവിക്കുന്നത് ഓൾമോസ്റ്റ് പ്രിവെന്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. OT എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ എന്നാണ്. നിങ്ങൾക്ക് അറിഞ്ഞൂടെ OT എന്താന്ന്? വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ടൈപ്സ് ഓഫ് മോർച്ചറി ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഇനി ക്രിസ്മസ് വെക്കേഷൻ ഓക്കെ അൺമ്യൂട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ.
ഓക്കെ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Ma'am, ഇതിലെ the major difference between mortuary and OT is that in OT atmost എന്ന് എഴുതിയിരിക്കുന്നത്. അത് ഓൾമോസ്റ്റ് ആണോ മാം പറഞ്ഞത് അറ്റ്മോസ്റ്റ് എന്നാണോ? അവിടെയാണോ പ്രിവെന്റ്? ഓക്കെ ഓൾമോസ്റ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെ UTMOST എന്നാണ് ഉള്ളത്. എന്തുപടി വളരെ അപ്പൊ അത് ഞാൻ അറ്റ്മോസ്റ്റ് കണ്ടപ്പോ അതാ ചോദിച്ചത്. അപ്പൊ OTന്റെ അടുത്താണെന്നാ പറഞ്ഞത്. മനസ്സിലായില്ല. ഇത് OT അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടില്ലേ? ഇവിടെ എഴുതിയതില് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാണ് ആൾമോസ്റ്റ് എന്ന് മാം പറഞ്ഞത്. അപ്പൊ അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞപ്പോ അത് അതിന്റെ മീനിങ് ഒക്കെ മനസ്സിലായില്ല. OT കഴിഞ്ഞിട്ടുള്ള സെന്റൻസ്. ഓക്കെ ഓക്കെ ഞാനേ ഒന്ന് റെഫർ ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. എനിക്കും ഞാൻ റെഫർ ചെയ്തിട്ട് പറയാം കേട്ടോ. അങ്ങനെ മാമിന്റെയിലും തന്നെ എഴുതിയിട്ടുള്ള ഓൾമോസ്റ്റ് അല്ല. ഓൾമോസ്റ്റ് അല്ല ഓൾമോസ്റ്റ് എന്നാണ്. ഞാൻ റെഫർ ചെയ്തിട്ട് പറയാം കേട്ടോ. ഓക്കെ ഓക്കെ താങ്ക് യു. ഇനി ചിലപ്പോൾ നമ്മൾ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് അല്ല വെക്കേഷൻ അല്ല ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞായിരിക്കട്ടെ കാണുന്നത്. നമ്മൾ ഈ ബോഡി ഒക്കെ വെക്കുന്ന ഫ്രീസറില്ലേ അത് ഈ ടെമ്പറേച്ചറിലാണോ പെടുന്നത്? മനസ്സിലായില്ല. നമ്മൾ ബോഡി വീട്ടിലൊക്കെ ഇങ്ങനെ പ്രദർശനത്തിന് വെക്കല് ഇത്ര ടൈമില് വെക്കുന്ന ഫ്രീസിങ് ഇതില്ലേ അത് ഈ പോസിറ്റീവിലാണോ പെടുന്നതെന്ന്? പോസിറ്റീവിലാണ് വെക്കുന്നത്. പോസിറ്റീവ് ടെമ്പറേച്ചറിലാണ് വെക്കുന്നത്. റൂം ടെമ്പറേച്ചറിൽ നിന്നും കുറച്ചും കൂടി ഒരു റൂം ടെമ്പറേച്ചറിൽ വെക്കുന്നതിനും കുറച്ചും കൂടി എന്താ പറയുക ഡിഗ്രി ചെയ്യുന്നത് സ്ലോവർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോസിറ്റീവ് ടെമ്പറേച്ചർ യൂസ് ചെയ്യുന്നത്. വേറെ നെഗറ്റീവ് ടെമ്പറേച്ചറിൽ യൂസ് ചെയ്യുമ്പോൾ ഇത് ഫുൾ ഐസ് പോലെ ആയി മാറുമോ? ഐസ് പോലെ ആയിപ്പോ ഫുൾ മരയിപ്പിച്ചിട്ടുണ്ടാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീസ് ചെയ്തിട്ടുണ്ടാവും. ഒരു രാസപ്രവർത്തനവും പിന്നെ ആ ബോഡിയിൽ സംഭവിക്കില്ല. അതാണ് നെഗറ്റീവ് ടെമ്പറേച്ചറിൽ വരുന്നത്. ക്രിസ്മസ് ലീവ് വൺ ഡേ ആണോ? എന്താണ് ക്രിസ്മസ് ലീവ് വൺ ഡേ ആണോ അതോ കലണ്ടർ? നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലേ ഗ്രൂപ്പില്? ഇന്ന് വരൂട്ടെ നോട്ടിഫിക്കേഷൻ. എത്ര ദിവസത്തിന്റെ ലീവ് ക്ലാസ്സിൽ എന്നാ സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കോട്ടോ. ഓക്കെ ഓക്കെ. ഫസ്റ്റ് മൊഡ്യൂളും സെക്കൻഡ് മൊഡ്യൂളും കഴിഞ്ഞാൽ നമുക്കൊരു എക്സാം നടക്കുമെന്ന് പറഞ്ഞില്ലേ? പിന്നെ അത് കഴിഞ്ഞ് ആനുവൽ എക്സാം നടക്കുമ്പോൾ ഈ 4 മൊഡ്യൂൾ ഒരുമിച്ച് നടക്കും അതോ പിന്നെ ബാക്കിയുള്ള 2 മൊഡ്യൂളാണോ നടക്കുക? നമ്മള് ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ കഴിയുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടുന്ന് ഇൻഫർമേഷൻ ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് പറയാം. ഫസ്റ്റ് 2 മൊഡ്യൂൾസിന് മോഡൽ എക്സാം ഉണ്ട്. 3rd 4th മൊഡ്യൂളിന്റെ മോഡൽ എക്സാം ഉണ്ട്. അത് കഴിയുമ്പോൾ മെയിൻ എക്സാം ഓരോ മൊഡ്യൂൾ വൈസ് മെയിൻ എക്സാം ഉണ്ട്. ഓക്കെ ഓക്കെ അല്ലേ? അപ്പൊ താങ്ക് യു. എല്ലാ എന്താ പറയാ ഒരു ഹാപ്പി ക്രിസ്മസ് ഓൾ. നമ്മൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞാൽ ഹാപ്പി ക്രിസ്മസ് മാം. Happy Christmas. Happy Christmas. Have a nice day, ma'am.